അതാണ് അദ്ദേഹത്തിന്റെ വിമർശനം. മുൻവിധിയോടെയാണ് ഇന്ത്യൻ പ്രതിപക്ഷം ഇതിനെ സമീപിക്കുന്നത്. മറുപടി ഞാൻ അതിനുശേഷം ശ്രീ സെബാസ്റ്റ്യൻ പോളിലേക്ക് വരാം. അല്ല നോക്കൂ, ഞാൻ പറയുന്നത്, ഞാൻ ബഹുമാനായ വക്കീൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കേട്ടു. സാധാരണ ഒരു നല്ല അനുഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല BJP പ്രതികളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഞാൻ അദ്ദേഹത്തോട് ഞങ്ങളുടെ ചർച്ചയ്ക്കകത്ത് വിഷയങ്ങൾ കുറെ കൂടി ഫലപ്രദമായി ഉയർന്നു വരും. പരസ്പര ബഹളങ്ങളും ഞങ്ങൾ ഈ ശ്രീ സന്തോഷ് കുമാർ ഞങ്ങൾ തർക്കിച്ചെങ്കിലും വിഷയങ്ങൾ കുറെ കൂടി ഫലപ്രദമായി വരുന്ന ഒരു ചർച്ചാ പ്ലാറ്റ്ഫോമാണിത്. ഞാനും അതിനാണ് പറയുന്നത്. ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ പോലൊരു വക്കീലിനോട് ഞാൻ പ്രത്യേകിച്ച് ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചെറിയ കാലം മാത്രമേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. ഈ 75-ന്റെ 5 ക്ലോസിൻ്റെ 5 എന്ന് പറയുന്ന പുതിയൊരു ഭേദഗതി വന്നിരിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം. അദ്ദേഹം ഇപ്പോൾ മുൻവിധിയെക്കുറിച്ച് പറഞ്ഞു. മുൻവിധി എന്താണെന്ന് അറിയാമോ ഇതിനകത്ത്? ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. മിനിസ്റ്റർ ഹു ഈസ് ഫോർ എനി പീരിയഡ് എലമെന്റ് ഈസ് അറസ്റ്റഡ് ആൻഡ് ഡിറ്റെയിൻ ഇൻ കസ്റ്റഡി ഓൺ എലിഗേഷൻ ഓഫ് an offense, committing an offense. ഈ എലിഗേഷൻ ഓഫ് കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിരിക്കുന്ന പോയിന്റ് വക്കീലെ. ആ എലിഗേഷൻ്റെ പുറത്ത് ഒരു ജനപ്രതിനിധിയെ, അത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമോ? ഈ മുൻവിധി, മുൻകൂർ ജാമ്യം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇരിക്കട്ടെ, ഇപ്പം എത്രയോ ആളുകൾ ഇതിൻ്റെ പേരിൽ ഇരിക്കുന്നു. ഈ എലിഗേഷൻ്റെ പുറത്ത് നിങ്ങൾ ഇത് ചെയ്യാൻ തീരുമാനിച്ചാൽ, എലിഗേഷൻ്റെ പുറത്ത് ചെയ്യാൻ തീരുമാനിച്ചാൽ, നോക്കും, അന്വേഷണ ഏജൻസികൾ എങ്ങനെയാണ് ഇതിനെ ദുരുപയോഗപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഈ ആരോപണം BJPക്ക് ഉണ്ടായിരുന്നതാണ്, ഞാനത് നിഷേധിക്കുന്നില്ല. കോൺഗ്രസ് ഭരണകാലത്ത് അന്വേഷണ ഏജൻസികളെ ചെറുതായി ദുരുപയോഗപ്പെടുത്തി, എണ്ണം കുറവായിരിക്കാം എന്ന ആരോപണം BJP ഉന്നയിച്ചിരുന്നതാണ്. നമ്മൾ ആ ചരിത്രം മറന്നുപോകരുത്. പിന്നെ ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞു. ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഒരു MP എത്രയോ ദിവസങ്ങൾ ആ പാവം പിടിച്ച ഗുസ്തി താരങ്ങൾ സമരം നടത്തിയിട്ടും BJPയുടെ അഭേദ്യ ഭാഗമായിട്ട് തുടർന്നു. അതിനുശേഷം എന്താണ്, അങ്ങിപ്പോൾ ലാലു പ്രസാദ് യാദവിന്റെ ഉദാഹരണം പറഞ്ഞു, തുടർന്ന് മകന് ടിക്കറ്റ് കൊടുത്തു. ഞാൻ പറയുന്നത് നമ്മൾ വളരെ നന്നായി നടക്കുന്ന അല്ല ഈ പക്ഷപാതത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലാതെ MP-മാരുടെ പണി പോകുന്നല്ല പറഞ്ഞത്. ഇരട്ടത്താപ്പിനെ കുറിച്ച് ഇനി അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ. ഒന്നാമത്തെ കാര്യം നോക്കൂ, അങ്ങനെയല്ല, ഞാനൊരു ചർച്ചാ വിദഗ്ധനല്ലാത്തതുകൊണ്ട് MP-മാർക്കാണെന്നല്ല, ഞാനിതിന്റെ പദാനുപദം കുത്തിയിരുന്ന് വായിച്ച ഒരാളാണ്. പദാനുപദം MP-മാർക്കാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വേറൊരു വിഷയമായിട്ട് മിക്സ് ചെയ്തിട്ടാണ്. നിങ്ങളുടെ ധാർമ്മികതയും ക്രിമിനൽ വൽക്കരണവും കുടുംബവാഴ്ചയും ഒക്കെ പറയുമ്പോൾ അതൊക്കെ എത്രയോ ശക്തമായി ബാധകമായൊരു പാർട്ടിയാണ് അങ്ങ് പ്രതിനിധീകരിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ്. MP-മാർക്ക് ഇത് ബാധകമായിരിക്കുന്നു എന്ന് ഇപ്പോൾ പറയാനുള്ള വിഡ്ഢിത്തരിക്കില്ല. ഞാനിത് മുഴുവൻ വായിച്ച ഒരാളാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓൺ ആൻ എലിഗേഷൻ ഓഫ് കമ്മിറ്റിംഗ് ആൻ ഒഫൻസിൻ്റെ പുറത്ത് അത് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ്. അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഈ ബ്രിജ്ഭൂഷന്റെ ഉദാഹരണം ഞാൻ കൊണ്ടുപോകുന്നത്, നിങ്ങൾ കുടുംബവാഴ്ചയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അത് ഫലപ്രദമായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ആൾക്കാർക്ക് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡോക്ടർ സെബാസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ BJP നേതാക്കന്മാർക്കെതിരെ മെഡിക്കൽ കുംഭകോണം എന്തെല്ലാം കാര്യങ്ങൾ എലീജ് ചെയ്തു, അതൊക്കെ നിങ്ങൾ സമ്മതിക്കുമുണ്ടോ? എലിഗേഷൻ ആണോ അടിസ്ഥാനം? ഒരു ജനപ്രതിനിധിയെ മന്ത്രിയായി എന്ന് പറഞ്ഞാൽ അപ്പൊ അതാണ് എലിഗേഷൻ ആണോ? FIR ഇട്ടാൽ ഉടൻ കുറ്റവാളിയാവോ, ശിക്ഷിക്കപ്പെടുന്ന ആളാവോ? FIR ഇട്ടു എന്നതിന്റെ പേരിൽ ഒരാളെയും ആർക്കും കുറ്റവാളിയായി ചാർത്താൻ കഴിയില്ല. കോടതി വിധിക്കണം. എനിക്ക് ഒരു അഭിഭാഷകനോട് ഇങ്ങനെ തർക്കിക്കുന്നതിൽ എനിക്കൊരു പ്രയാസമുണ്ട്. ഞാനൊരു നോക്ക് ക്രിമിനലുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് MP-മാരായിരിക്കുന്നവരിൽ എത്ര പേർ ക്രിമിനൽമാരുണ്ട്? വോറ കമ്മീഷൻ ആരെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു? അതിനകത്തൊന്നും എൻ്റെ പാർട്ടി ഇല്ല, ലെഫ്റ്റ് ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. പൊതുവെ നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ എന്തിനാ പോയിട്ടാണ് ഈ 1 മണിക്കൂറിന്റെ ചർച്ചയുടെ നേരം കളയുന്നത്? ആരാണ് ക്രിമിനൽസ്? സർ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊടും കേസിൽ പെട്ടിരിക്കുന്ന ആളുകൾ, കൊലക്കേസിൽ പെട്ടിരിക്കുന്ന ആളുകൾ. ഈ ആഭ്യന്തരമന്ത്രിക്കെതിരെ എത്ര കേസുകൾ ഉണ്ടായിരുന്നു? എത്ര എലിഗേഷൻ ഉണ്ടായിരുന്നു?
നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോവാതെ ശരി. അത് വസ്തുതകൾ മനസ്സിലാക്കൂ ഓക്കേ, ദയവായിട്ട്. ഇത് നമ്മുടെ ഈ സംവിധാനത്തിന്റെ അടിത്തറ തകർക്കുന്ന ഒന്നാണ്. ഓക്കെ.